സംഗമ ഗ്രാമ നാട്യരംഗമിതാ സംഗമ ഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥ സംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 പ്രിയമുള്ളവരെ, ഏവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിൻ്റെ മൂന്നാമത് നവ്യം എന്ന ഈ യുവത്വത്തിൻ്റെ അരങ്ങിൻ്റെ 2ാം ദിവസം ഇവിടെ ആരംഭിക്കുകയാണ്. ഭദ്രദീപം തെളിയിക്കുന്നതിനായി ക്ലബിൻ്റെ സാരഥികളായ പ്രസിഡൻറ്റ് അനിയൻ മംഗലശ്ശേരി, വൈസ് പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ, സെക്രട്ടറി ശ്രീ രമേശൻ നമ്പീശൻ, ഭരണസമിതി അംഗങ്ങളായ രാജീവ് മേനോൻ, ജയശങ്കർ PS, റഷീദ് കാർളം, കൃഷ്ണദാസ് TN, രാമസ്വാമി PS എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ വൈസ് പ്രസിഡൻറ്റ് ശ്രീ സതീശൻ AS വേദിയിലേക്ക്. എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. തുടർന്ന് ഇവിടെ വേദിയിൽ നടക്കുന്നത് നാട്യരംഗം വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന നൃത്താർച്ചനയാണ്. 2 വാക്ക് സംസാരിക്കുന്നതിനായി പാർവതിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇരിങ്ങാലക്കുട നാട്യരംഗം അവതരിപ്പിക്കുന്ന നൃത്താർച്ചനയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യമായി മല്ലാരി ഭരതനാട്യ കച്ചേരി സമ്പ്രദായത്തിൽ ആരംഭത്തിൽ അവതരിപ്പിക്കുന്ന മംഗളസ്തുതി അഥവാ ഈശ്വരസ്തുതിയാണ് മല്ലാരി. പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വരവ്, ആ വരവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ആ പ്രദക്ഷിണവേളയിൽ നാദസ്വരം, തകില് തുടങ്ങിയ വിശേഷപ്പെട്ട വാദ്യോപകരണങ്ങളുടെ അകമ്പടി ഉണ്ടായിരിക്കുന്നതാണ്. ഇവിടെ മല്ലാരി രാഗം ഗംഭീരനാട്ട, താളം മിശ്രത്രിപുട, ചിട്ട ചെയ്തത് ശ്രീ ഗിരീഷ് മധു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം.
செவியன் தோடுடைய செவியன் விடையேறியோர் தூவெண்மதி சூடி தோடுடைய செவியல் விடையேறியோர் தூவெண்மதி சூடி காடுடைய சுடலை பொடி பூசியன் உள்ளம் கவர்கள்வன் காடுடைய சுடலை பொடி பூசியன் உள்ளம் கவர்கள்வன் ஏடுடைய மலரா நேடுடைய மலரா மலரானுனை நாள் பணிந்தேற்ற அருள் செய்த ஏடுடைய மலரானுனை நாள் பணிந்தேற்ற அருள் செய்த பீடுடைய பிரமாபுரமேவிய பெம்மானிவனன்றே பீடுடைய பிரமாபுரமேவிய பெம்மானிவனன்றே பெம்மான் இவனன்றே பெம்மான் இவனன்றேன் 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 பெம்மான் இவனன்றே. അടുത്തതായി തോടയമംഗളം. ഭജന സമ്പ്രദായത്തിൻ്റെ തുടക്കത്തിൽ ആഹ്വാന കീർത്തനമായിട്ട്, അതായത് ഈശ്വരനെ ഭക്തിപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് പാടുന്ന കീർത്തനമായിട്ട് പാടുന്നതാണ് തോടയമംഗളം. ശ്രീ ഭദ്രാദ്രി രാമദാസ സ്വാമി, ശ്രീ അന്നമാചാര്യ, ശ്രീ വിജയഗോപാലസ്വാമികൾ തുടങ്ങിയ സന്യാസിമാർ രചിച്ചതും മരുതനല്ലൂർ സൽഗുരു സ്വാമികൾ മാല പോലെ സമാഹരിച്ചതുമായിട്ടുള്ള ഗാനങ്ങളുടെ ഒരു കൂട്ടമാണ് തോടയമംഗളം. തോടയമംഗലത്തിലെ ഗാനങ്ങൾ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ശ്രീനിവാസനെയും, അതായത് പ്രധാനമായിട്ടും മഹാവിഷ്ണുവിൻ്റെ വിവിധ രൂപങ്ങളെയും നാമങ്ങളെയും സ്തുതിച്ചുകൊണ്ടുള്ളതാണ്. വിജയകരവും ഐശ്വര്യപ്രദവുമായ നൃത്താവതരണത്തിന് ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ തോടയമംഗലം അവതരിപ്പിക്കുന്നു. ശുദ്ധനൃത്ത പ്രധാനങ്ങളായിട്ടുള്ള ജതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തോടയമംഗലം, രാഗമാലിക, താളമാലിക. जय जानकी रमण जय विभीषण चरण जय सरोरुह चरण जय दीन करुणा जय 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 जानकी रमण जय विभीषण चरण जय सरोरुह चरण जय दीन करुणा जय 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 जानकी रमण जय विभीषण शरण जय सरोरुह चरण जय दीन करुणा जय 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 जानकी रमण जय विभीषण चरण जय सरोरुह चरण जय दीन करुणा जय 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 जानकी
സരോരുഹ ചരണ ജഗദീന കരുണ ജയ ജയ ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക തക്ക തള്ളം കുത്തതിങ്കിണത്തും താ കുത്തനം തരിതാ തത്ത കുത്തനം തരിതേ താ കുത്തനം തരി തത്ത കുത്തനം തരിതാ കുത്തനം തത്ത കുത്തനം തനം കിണം കിടതക തരികിടതും കിടതക തരികിടതും കിടതക തരികിടതും ശരണു ശരണു സുരേന്ദ്ര സന്നുത ശരണു ശ്രീ സതി വല്ലഭ ശരണു ശരണു സുരേന്ദ്ര സന്നുത ശരണു ശ്രീ സതി വല്ലഭ ശരണു രാക്ഷസ ഗർവ സംവര ശരണു വെങ്കടനായക സ്വാമി ശ്രീ രഘുനായക വിജയ വെങ്കടനായക ശരണു 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 സുരേന്ദ്ര സന്നുത ശരണു ശ്രീ സത് വല്ലഭ ശരണു രാക്ഷസ ഗർവ സംവര ശരണു വെങ്കടനായക സ്വാമി ശ്രീ രഘുനായക വിജയ വെങ്കടനായക ശരണു 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 സുരേന്ദ്ര സന്നുത ശരണു ശ്രീ സത് വല്ലഭ ശരണു രാക്ഷസ ഗർവ സംഹര ശരണു വെങ്കടനായക സ്വാമി ശ്രീ രഘുനായക വിജയ വെങ്കടനായക ശരണു ശരണു ദ്രുഗുടു തക്ക തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക തള്ളം കുത്തക്ക തക്ക തതിങ്കിണതും തജ്ജം തക്കും തരികിട തക്ക തക്ക ജം തക്കും തരികിട തക്ക തക്ക തതിങ്കിണതും തക്ക തതിങ്കിണതും തക്ക തതിങ്കിണതും മുരഹരന ഗദര മുകുന്ദ മാധവ ഗരുഡ ഗമന പങ്കജനാഭ മുരഹരന ഗദര മുകുന്ദ മാധവ ഗരുഡ ഗമന പങ്കജനാഭ പരമ പുരുഷ ഭവ ഭഞ്ജന കേശവ നരമൃഗ ശരീര നമോ നമോ നാരായണ തേ നമോ നമോ ജയ നാരദ സനുത നമോ നമോ മുരഹരന ഗദര മുകുന്ദ മാധവ ഗരുഡ ഗമന പങ്കജനാഭ പരമ പുരുഷ ഭവ ഭഞ്ജന കേശവ നരമൃഗ ശരീര നമോ നമോ നാരായണ തേ നമോ നമോ ജയ നാരദ സനുത നമോ നമോ മുരഹരന ഗദര മുകുന്ദ മാധവ ഗരുഡ ഗമന പങ്കജനാഭ പരമ പുരുഷ ഭവ ഭഞ്ജന കേശവ നരമൃഗ ശരീര നമോ നമോ നാരായണ തേ നമോ നമോ ജയ നാരദ സനുത നമോ നമോ നാരായണ തേ നമോ നമോ ജയ നാരദ സനുത നമോ നമോ തരികിട തകത കിടതക തരികിടതും തക്ക തരികിട തകത കിടതക തരികിടതും തരികിട തകത കിടതക തരികിടതും തരികിട തകതേ കിടതക തരികിടതും തരികിട തകതും കിടതക തരികിടതും ദിവേശ ഗണാരാധിത ദിവ്യാംബുജപാദ ശ്രീ വെങ്കടഗിരിനായക ശ്രീ സാഹചരിക ദേവേശ ഗണാരാധിത ദിവ്യാംബുജപാദ ശ്രീ വെങ്കടഗിരിനായക ശ്രീ സാഹചരിക ദേവേശ ഗണാരാധിത ദിവ്യാംബുജപാദ ശ്രീ വെങ്കടഗിരിനായക ശ്രീ രാഘചരിക ദേവേശ ഗണാരാധിത ദിവ്യാംബുജപാദ ശ്രീ വെങ്കടഗിരിനായക ശ്രീ രാഘചരിക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക ദ്രുഗുടു തക്ക
കിണക്കു ജനക കുന്തരി കിടതകിടതും 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 മാധവ ഭവതുതേ മംഗളം മാധവ ഭവതുതേ മംഗളം മധുമൂര കരദേ ജയമംഗളം ഗോപാല മാധവ ഭവതുതേ മംഗളം മധുമൂര കരദേ ജയമംഗളം ഗോപാല മാധവ ഭവതുതേ മംഗളം മാധവ ഭവതുതേ മംഗളം മധുമൂര കരദേ ജയമംഗളം ഗോപാല മാധവ ഭവതുതേ മംഗളം തടിക്കു ധനക്കു തകത കിണക്കു തകത ജൊണുക്കു തകത ഡിടിക്കു തക തടിക്കു ധനക്കു ധനക്കു കിണക്കു ജനകു കുന്തരി കിടതകിടതും തടിക്കു ജനകു കുന്തരി കിടതകിടതും തടിക്കു ജനകു കുന്തരി കിടതകിടതും മാധവ ഭവതുതേ മംഗളം അടുത്തതായി തില്ലാന. അഠാണ രാഗത്തിലും ആദ്യ താളത്തിലും ചിട്ട് ചെയ്തിട്ടുള്ള തില്ലാനയ്ക്ക് ശേഷം ഒരു മംഗളത്തോടു കൂടി ഇന്നത്തെ നാട്യരംഗം അവതരിപ്പിക്കുന്ന ഇന്നത്തെ നൃത്താർച്ചന അവസാനിക്കുകയാണ്. ഇത്രയും നേരം ഈ പരിപാടി വീക്ഷിച്ച എല്ലാ സഹൃദയർക്കും നാട്യരംഗത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇത്രയും നല്ലൊരു അവസരം നാട്യരംഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയ ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബിനും നവ്യത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഉദന തോം തോം തന്നു നാദിതന ഉദന തോം തോം തന്നു നാദിതന ഉദന തോം തോം തന്നു നാദിതന ഉദന തോം തോം തന്നു ഉദന തോം തോം തന്നു നാദിതന ഉദന തോം തോം തന്നു നാദിതന ഉദന തോം തോം തന്നു നാദിതന ഉദന തോം തോം തന്നു
നാദിരന ഉദന തോം തോം തനം 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 ഉദന തോം തോം തനം നാദിരന 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 ഉദന തോം തോം തനം
ധനം നാദിരന ഉദന തോം തോം 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 ധനം ഉദന തോം തോം ധനം നാദിരന 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 ധൃതാനി തോം ധൃതാനി സജിനി ധൃതാനി തോം ധൃതാനി സജിനി സഗമരി സഗരിനി സതിങ്കിന തോമുദന തോം തോം ധനം നാദിരന ഉദന തോം തോം ധനം നാദിരന ഉദന തോം തോം ധനം നാദിരന ഉദന തോം തോം ധനം ఈ వసుదలో నీకు సాటి దైవములేదనుచున మది నిదలచినను ఈ వసుదలో నీకు సాటి దైవములేదనుచున మరి నిదలచినను మరి మరి ఎంతో బల్గిదినమ్మ పశుపదేశ్వరుని రాని కొమ్మ మరి మరి ఎంతో బల్గిదినమ్మ పశుపదేశ్వరుని రాని కొమ్మ కాంత సగదిమిద జను సగదిమిద దివిగిడ సగదాంత సగదిమిద జను సగదిమిద దివిగిడ సగదిత్తలాగు తదిగినతో తలాగు తదిగినతో తదిగినతో ఉదన తోం దోం ధనం నాదిరన 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 ఉదన తోం దోం ధనం ಇಂದಿನ ದಿನವೇ ಶುಭ ದಿನವೂ ಇಂದಿನ ವಾರ ಶುಭವಾರ ಇಂದಿನ ದಿನವೇ ಶುಭ ದಿನವೂ ಇಂದಿನ ವಾರ ಶುಭವಾರ
ಶುಭಯೋಗ ಇಂದಿನ ತಾರೆ ಶುಭತಾರೆ ಇಂದು ಶ್ರೀ ಪುರಂದರ ವಿಠಲರಾಯನ ನೆನಸಿದ ದಿನವೇ ಶುಭ ದಿನವೂ ಇಂದಿನ ದಿನವೇ ಶುಭ ದಿನವೂ ಇಂದಿನ ವಾರ ಶುಭವಾರ ಶುಭ ದಿನವೂ നവ്യം 2024 രണ്ടാം ദിവസം കൃത്യമായ ഒരു സമാരംഭം കുറിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നാട്യരംഗത്തിൻ്റെ ഡയറക്ടറും ആ ഒരു നൃത്തകലാലയം നയിക്കുന്ന മീര നങ്ങ്യാരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നതോടൊപ്പം ഇതിൽ പങ്കെടുത്ത ഓരോ നർത്തകിമാരെയും കഥകളി ക്ലബിൻ്റെ സുവർണത്തിൻ്റെ മുദ്രണം നൽകി അനുമോദിക്കുകയാണ്. അതിലേക്കായി ശ്രീബാല, ശ്രീശയ, അദ്വിക, നക്ഷത്ര, ശ്രിയ ഇവരെ മുദ്രണം ഏറ്റുവാങ്ങുന്നതിലേക്കായിട്ടും നൽകുന്നതിലേക്കായിട്ട് കഥകളി ക്ലബ്ബ് പ്രസിഡൻറ്റ് അനിയം മംഗലശ്ശേരിയെയും ക്ഷണിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പ്രബന്ധാവതരണമാണ്. നോട്ടീസിൽ സൂചിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി അരങ്ങിൽ ഇല്ലെങ്കിൽ പ്രഭാഷകൻ എത്തേണ്ട ഒരു സാഹചര്യം ആരോഗ്യ പ്രശ്നത്താൽ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എന്നിരുന്നാലും നമുക്ക് ഏറ്റവും യോഗ്യയായ ഒരു കലാകാരി തന്നെ നമുക്ക് ഇതിലേക്കായിട്ട് ലഭിച്ചു. ബിസ്മില്ല ഖാൻ പുരസ്കാരത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന സൂര്യകാന്തിയുടെ എല്ലാ അർത്ഥത്തിലും സംഘാടനത്തിലും അധ്യയനത്തിലും പഠനത്തിലും ഗവേഷണത്തിലും പ്രബന്ധാവതരണത്തിലും ഒരുപോലെ പ്രോജ്വലിച്ച് നിൽക്കുന്ന അക്ഷരയെ, കലാമണ്ഡലം ഡോക്ടർ അക്ഷരയെ സാദരം ക്ഷണിക്കുകയാണ്. ഈ ഒരു സമയം സത്യത്തിൽ എൻ്റേതല്ല. സ്മിതേച്ചി അവതരിപ്പിക്കേണ്ട ഒരു പേപ്പർ ചേച്ചിക്ക് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്തെ എങ്ങനെ മുന്നോട്ട് കടക്കാം എന്നുള്ളൊരു രമേശേട്ടൻ്റെ ചിന്തയുടെ ഭാഗമായിട്ട് ഞാനിവിടെ കയറി നിൽക്കുന്നതാണ്. ഞാൻ ഇന്ന് ഇവരുടെയൊക്കെ പേപ്പറുകൾ കേൾക്കാനും കാണാനും വേണ്ടി മാത്രം വന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ അവതരണം നടത്തി ഇവിടുന്ന് പോയതുമാണ്. പക്ഷെ രമേശേട്ടനും ഒപ്പം നവ്യം പോലുള്ള ഏതൊരു ഓർഗനൈസേഷനും ഒരു കലാകാരി എന്നുള്ള രീതിയിൽ എൻ്റേതും കൂടിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു കാര്യം എന്നോട് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയാനും എന്നെക്കൊണ്ടാവില്ല. ഒട്ടും തയ്യാറെടുപ്പോടെ അല്ല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ മനസ്സിലുള്ള ചില ചിന്തകൾ രാവിലെ നിഖിലയുടെ പേപ്പർ കേട്ടതിൻ്റെ ബാക്കിയായിട്ട് അപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിഖില പോവുകയും ചെയ്തു. നിഖിലയും കൂടി ഇരിക്കുമ്പോൾ അത് സംസാരിക്കണം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളായിരുന്നു. അത് മാത്രം ഒരു ചുരുങ്ങിയ വാക്കുകളിൽ പറയാം എന്ന് വിചാരിക്കുന്നു. വിഷയം മോഹിനിയാട്ടം തന്നെയാണ്. ഉച്ചവരെയുള്ള ഒരു സെഷൻ മോഹിനിയാട്ടത്തിൻ്റേതായിട്ട് മാറട്ടെ. അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ കല അതിന് കൂടുതൽ സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ കിട്ടുക, അതിനെക്കുറിച്ച് പറയുക എന്നുള്ളത് അത് അഭിമാനം തന്നെയാണ്. തീർച്ചയായിട്ടും രാവിലെ നിഖില പറഞ്ഞതുപോലെ മോഹിനിയാട്ടം എന്ന കലാരൂപത്തെ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും മോഹിനിയാട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു പിന്തുടർച്ച ഇവിടെ വേണം എന്ന് നിരന്തരം ആശങ്കപ്പെടുകയും ചെയ്യുന്ന ഒരു കലാകാരി കൂടിയാണ് ഞാൻ. കാരണം കഥകളിക്കൊപ്പം അല്ലെങ്കിൽ
ഇരിങ്ങാലക്കുടയിൽ നിൽക്കുമ്പോൾ കൂടിയാട്ടത്തിനും നങ്ങ്യാർകൂത്തിനും ഒക്കെ ഒപ്പം അതിനുമപ്പുറം മേളങ്ങളുടെ കൂടെ കേരളത്തിൽ ഏത് കലകൾക്കൊപ്പമാണ് മോഹിനിയാട്ടം നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനൊക്കെ വലിയ ഫ്രെയിമുകളാണ്. മോഹിനിയാട്ടം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൽ വികാസം പ്രാപിച്ച് തൻ്റേതായ ഇടം കണ്ടെത്തി ലോകത്തിൻ്റെ നെറുകയിലേക്ക്, കലാലോകത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മോഹിനിയാട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇനി വേണ്ടത് എന്നുള്ള കുറേ ചിന്തകൾ എപ്പോഴും മനസ്സിലുണ്ടാവാറുണ്ട്. ഓരോ കാലഘട്ടത്തിലും കാണുന്ന അവതരണങ്ങൾ കാണുമ്പോൾ ഇതാണോ, അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്ക് ഇനി എന്തൊക്കെ ഈ കലയെ ഏറ്റവും ഉത്തമമാക്കി മാറ്റാനായിട്ട് അതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും, കൊടുക്കാൻ സാധിക്കും, ഇനിയത്തെ തലമുറ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ എപ്പോഴും ഉള്ളിലുണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും കളരി എന്നുള്ളൊരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഈ പ്രാവശ്യത്തെ നവ്യം ഈ ഒരു പേപ്പറുകളെല്ലാം തിരഞ്ഞെടുത്തത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കളരി പഠനം, കളരിയുടെ ആവശ്യകത പുതിയ തലമുറയിലേക്ക് അവർക്ക് എത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ തലമുറയുടെ ചിന്തകളും അവരുടെ വളർച്ചയുടെ കാലഘട്ടവും എല്ലാം മാറിക്കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സമൂഹത്തെ കോവിഡിന് മുൻപുള്ള ഒരു കാലഘട്ടമൊന്നും കോവിഡിന് ശേഷമുള്ള ഒരു ടെക്നോളജിയുടെ ഒരു വികാസം പ്രാപിച്ച ഒരു, അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് പോലും ടെക്നോളജി വളരെയധികം യൂസ്ഫുള്ളായി മാറിയ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കലയെ സംവേദനം ചെയ്യുമ്പോൾ ഒരു കളരി അതിൻ്റെ ശൈലി അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന സാധ്യതകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക തന്നെ വേണം. എങ്കിൽ മാത്രമാണ് ഇനിയുള്ള തലമുറ ഈ ഓരോ കലയെയും അത്രയും സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ രമേശേട്ടൻ എന്നെ വിളിച്ചിട്ട് ഈ 30 വയസ്സിൽ താഴെയുള്ള യുവനർത്തകരെക്കുറിച്ച് മോഹിനിയാട്ടത്തിൽ അല്ലെങ്കിൽ ഭരതനാട്യത്തിൽ, കുച്ചിപ്പുടിയിലെയൊക്കെ മെയിനായിട്ട് കേരളവുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന അവതാരകരെ ആരെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും മോഹിനിയാട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മോഹിനിയാട്ടം വേഷത്തിൽ വരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് നർത്തകരുണ്ട്. പക്ഷേ നവ്യം പോലുള്ള ഒരു അരങ്ങിലേക്ക് അല്ലെങ്കിൽ ഒരു സഭാ അവതരണങ്ങളിലേക്ക് ഗൗരവമായിട്ടുള്ള ഒരു ഇടത്തിലേക്ക് ഒരു നർത്തകനെയോ സജസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മളൊന്ന് ശങ്കിക്കും. ഇവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പഠനക്രമത്തിൽ നിന്നാണോ ആ കുട്ടി വന്നത്? ഒരു കളരി സമ്പ്രദായത്തിൻ്റെ അനുശീലനങ്ങൾ ആ കുട്ടിയുടെ ശരീരഭാഷയിലോ മാനസിക വ്യാപാരങ്ങളിലോ കലർന്നിട്ടുണ്ടോ? അതല്ല ഭരതനാട്യമോ അല്ലെങ്കിൽ കുച്ചിപ്പുടിയോ അങ്ങനെ ഏതെങ്കിലും ഒരു നൃത്തരൂപം പഠിക്കുന്നതിൻ്റെ സൈഡായിട്ട് നൃത്ത ക്ലാസ്സുകളിൽ പഠിച്ചു പോയൊരു കുട്ടിയാണോ? കലാമണ്ഡലത്തിൽ പഠിച്ചാലല്ല അതുപോലുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ മാത്രമാണ് നർത്തകിയായി തീരുക എന്നുള്ള വാദത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം സമാന്തരമായിട്ടുള്ള ഒരുപാട് കളരികൾ നർത്തകരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് കഴിഞ്ഞ ഒരു 70 വർഷത്തോളമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരതനാട്യത്തിൽ കലാക്ഷേത്ര എന്നുള്ള ഒരു ബ്രാൻഡ് നിൽക്കുമ്പോൾ തന്നെ അതിന് സമാന്തരമായിട്ട് ഒരുപാട് ബാണികൾ, ഒരുപാട് കളരികൾ പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്രയും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഫോമാക്കി അതിനെ മാറ്റിയിരിക്കുന്നത്. എത്ര പേരെ നമുക്കതിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ, നർത്തകരെ പെർഫോമേഴ്സിനെ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷേ അതുപോലെയുള്ള എണ്ണിയെടുക്കാൻ പറ്റുന്ന നർത്തകർ, പ്രയോക്താക്കൾ, പെർഫോമേഴ്സ് എന്തുകൊണ്ട് മോഹിനിയാട്ടത്തിൽ നിന്ന് നമുക്ക് ചുരുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു ചോദ്യം ഇന്നത്തെ തലമുറയിൽ നിന്നുകൊണ്ട് ഞാനും അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കാരണം വളരെ സിമ്പിളാണ്, ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാമല്ലോ. മോഹിനിയാട്ടത്തിൻ്റെ ചലനങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഒരാൾ വന്ന് മോഹിനിയാട്ടത്തിലെ ചുഴിപ്പുകൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി ഒരു ചുഴിപ്പെങ്കിലും
5 മിനിറ്റ് കൊണ്ട് അഭ്യസിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. മോഹിനിയാട്ടം ഈസിയായിട്ട് പഠിക്കാം. കഥകളിയിൽ നിന്ന് എടുത്തതല്ലേ, അല്ലെങ്കിൽ കൂടിയാട്ടത്തിലെ അഭിനയമല്ലേ? ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഭരതനാട്യത്തിൻ്റെ കച്ചേരി സമ്പ്രദായമല്ലേ? പക്ഷേ അതിനെ എങ്ങനെയാണ് ഇന്ന് കാണുന്ന ഒരു ഫുൾ ലെങ്ത് പെർഫോമൻസ് ഫോമാക്കി ഇതിനെ നമ്മുടെ ഗുരുക്കന്മാർ മാറ്റിയത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മോഹിനിയാട്ടത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു കളരി സമ്പ്രദായമുണ്ട്, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പഠനക്രമമുണ്ട്, ഒരു മെത്തഡോളജി ഉണ്ട് എന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയപ്പെടേണ്ടത്. മോഹിനിയാട്ടം എന്ന് പറയുന്നത് ഒട്ടും ലളിതമായിട്ടുള്ള ചലനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കലാരൂപമേ അല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത്, വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഭരതനാട്യമോ കുച്ചിപ്പുടിയോ ഒരു ചെറിയ കാലം കൊണ്ട് നമ്മളതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് ആർജിക്കാൻ സാധിക്കും. പക്ഷേ ഉറച്ച ഒരു ശരീരം, അല്ലെ ഒരു ഇത്രയും ഉറച്ച എല്ലുകളൊക്കെയുള്ള ഒരു ശരീരത്തെ ഇത്രയും ഒരു ആന്തോളിത സ്വഭാവത്തിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റിയെടുക്കാൻ ഈ പറഞ്ഞ ചുഴിപ്പുകളിലും അല്ലെങ്കിൽ ചലന സമ്പ്രദായങ്ങളെയും സ്വാംശീകരിക്കുക എന്ന് പറയണത് ഏതൊരു ഗുരുവിനും വളരെ കഠിനമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്, ഒരു കുട്ടിയെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും കളരി പഠനം നമ്മുടെ അടുത്തൊരു കുട്ടി വന്ന് ദക്ഷിണ വെച്ച് ആരംഭിക്കുമ്പം തൊട്ട് താളത്തിൽ നടക്കാനും നിൽക്കാനും ഇരിക്കാനും പഠിപ്പിക്കുന്നിടത്ത് നിന്ന് ഈ ശരീരത്തെ മോഹിനിയാട്ടത്തിൻ്റെ ചലന സംസ്കാരത്തിലേക്ക് പരിവപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ദീർഘകാലത്തെ പരിശീലനത്തിന് ശേഷമാണ് ഓരോരുത്തരും അരങ്ങിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, ഒരുപാട് പെർഫോമേഴ്സ് ഉണ്ട്. പക്ഷേ നല്ല അവതാരകരെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ നല്ല അവതാരകരെ അടുത്ത തലമുറയിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു പരിശീലന ക്രമമോ അല്ലെങ്കിൽ ഒരു പരിശീലന പദ്ധതിയോ എന്തുകൊണ്ട് ചുരുങ്ങി പോകുന്നു എന്നുള്ളൊരു ചോദ്യം എപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇന്ന പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അപ്പുറത്തേക്ക് ഒരു പേര് നിർദ്ദേശിക്കാൻ പുതിയ നർത്തകർ, പുതിയ അവതാരകർ വളർന്നു വരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിലുണ്ടായ ചർച്ചയിൽ എനിക്ക് സ്വയം മനസ്സിലായ ഒരു കാര്യമാണ്. സജസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ നിന്ന് നർത്തകരില്ലാതെ പോകുന്നുണ്ടോ എന്നൊരു ആശങ്ക. കാരണം പെർഫോമേഴ്സ് പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് പഠിക്കുന്നവരുണ്ട്. പക്ഷേ അതിൽ നിന്ന് എന്തുകൊണ്ട് ഇപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് പോലും എന്തുകൊണ്ട് ഒരു കൂടുതൽ എണ്ണം അവതാരകരെ നമുക്ക് കിട്ടുന്നില്ല? അതൊരു വലിയൊരു ചോദ്യമാണ്. മോഹിനിയാട്ടത്തിൻ്റെ സിലബസിലായാലും മോഹിനിയാട്ടത്തിൻ്റെ മെത്തഡോളജിയിലായാലും നമ്മൾ ഇനി പുതിയൊരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു പെഡഗോജിയുടെ ഒരു സിസ്റ്റത്തെ തന്നെ മാറ്റി ചിന്തിക്കേണ്ടുന്ന ഒരു പോയിൻ്റാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ശരീരത്തിൻ്റെ പ്രയോഗ സാധ്യതകൾ അത് ഞാൻ പറഞ്ഞു, ചുഴിപ്പുകളിൽ കൂടിയാണ് അത് വരുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചുഴിപ്പ് സാധന എന്ന് പറയുന്ന ഒരു അഭ്യസന ക്രമം. നിഖില പറഞ്ഞതുപോലെ ഒരു പോയിന്റിൽ തുടങ്ങി അടുത്ത പോയിന്റിൽ അവസാനിക്കുന്നതിൻ്റെ സമയക്രമം, ആ ശരീരം പോകേണ്ടുന്ന വഴികൾ, ഒരു കൈ മൂവ് ചെയ്യുമ്പോൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഒരു ഗുരുവിനുണ്ടെങ്കിൽ ആ ഗുരുവിനാണ് ആ കളരിയിൽ നിന്നും നർത്തകരെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നത്. അതല്ല നമ്മൾ വളരെ എന്താ പറയുക, ഈ പറഞ്ഞ ലളിതമായി കണ്ടുകൊണ്ട് ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ചു കാലം മോഹിനിയാട്ടം പഠിക്കാം, മോഹിനിയാട്ടത്തിലൊരു അരങ്ങേറ്റമാവാം എന്ന് ചിന്തിക്കുന്ന രീതിയിലാണ് തുടർന്നും ഈ കല കൈകാര്യം ചെയ്യുന്നതെങ്കിൽ കേരളത്തിൽ ഈ പറഞ്ഞ മോഹിനിയാട്ട അവതാരകരുടെ എണ്ണം വളരെയധികം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഈവൻ നിർമ്മല ടീച്ചറിനെ പോലെയോ അല്ലെങ്കിൽ നീനാപ്രസാദിനെ പോലെയുള്ള നർത്തകർ അല്ല ആചാര്യന്മാർ അവരുടെ മാക്സിമം കലാമണ്ഡലത്തിന് വെളിയിൽ നിന്ന് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കൊരു സാന്ദ്രാഭിഷാരടിയെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള പേര് പറയാവുന്ന കുറച്ച് നർത്തകരെ ഇന്ന് കേരളത്തിൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മോഹിനിയാട്ടത്തിൻ്റെ ബ്രാൻഡിലേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നത്. അതിന് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം ഈ കളരി പഠനങ്ങളുടെ പ്രസക്തിയെ വളരെയധികം എടുത്തു കാണിക്കുന്നുണ്ട്.
കളരി എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഒരു നൃത്ത ക്ലാസ് അല്ല കളരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു മെത്തഡോളജി പിന്തുടരുന്ന ഒരു രീതിശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള, സിലബസിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നൃത്ത പഠനം അല്ലെങ്കിൽ കലാപഠനം കൈകാര്യം ചെയ്യുന്ന ഇടത്തെയാണ് കളരി എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു നർത്തകിയെ അല്ലെങ്കിൽ ഒരു അവതാരകനെയോ അവതാരകയെയോ അല്ലെങ്കിൽ ഒരു അധ്യാപകനെയോ ആരെയാച്ചാൽ അത് കലയുമായി ബന്ധപ്പെട്ട ഏത് മേഖല കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വത്തെ ആയിക്കോട്ടെ, അവരെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരിടമായിട്ട് ആ സ്പേസിന് മാറാൻ പറ്റണം. എങ്കിൽ മാത്രമാണ് അതിനൊരു കളരിയുടെ പിന്തുടർച്ച അവകാശപ്പെടാൻ പറ്റുകയുള്ളൂ. പിന്തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമാണ് അത് മുന്നോട്ടേക്ക് പുതിയ തലമുറയിലേക്ക് സംവേദനം ചെയ്യപ്പെട്ടു പോവുകയുള്ളൂ. ഒരു ശൈലീവൽക്കരണം സംഭവിക്കുന്നിടത്ത് നിന്ന് ആ ശൈലി എന്ന് പറയുന്നത് തന്നെ ശീലഗുണം, ആ ശീലഗുണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പിന്തുടർച്ച ഏതൊരു ഗുരുവിനും ഏതൊരു കളരിക്കും ആവശ്യമാണ്. ഇന്നത്തെ തലമുറയിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടതും മോഹിനിയാട്ടം ഇത്രയും വലിയ ക്യാൻവാസിൽ നിൽക്കുന്ന കലാരൂപങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മോഹിനിയാട്ടത്തിന് അതിൻ്റെ സ്പേസ് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇനിയത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. കാരണം മുന്നോട്ടേക്ക് നമുക്കറിയാം, കഥകളിക്കായാലും എല്ലാം ഈ പറഞ്ഞ ഒരു ചെറിയ ലോകത്തിൻ്റെ ഉള്ളിലേക്ക്, ഒരു സ്ക്രീൻ സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവരെത്രത്തോളം ശാസ്ത്രീയ കലകളെ അല്ലെങ്കിൽ ഇതുപോലെ റൂട്ടിൽ നിൽക്കുന്ന പാരമ്പര്യ കലകളെ അവരെത്രത്തോളം ഗൗരവത്തോടെ സമീപിക്കും എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി മുന്നോട്ട് പോകും തോറും നമ്മുടെ മുന്നിൽ ഒരുപാട് ആശങ്കകളാണ് നിൽക്കുന്നത്. കാരണം കാണാനുള്ള സാധ്യതകൾ എല്ലാവരും യൂട്യൂബിനെ ആശ്രയിക്കുക. ഒരു പെർഫോമൻസോ ഒരു ഫെസ്റ്റിവലോ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചോദ്യം ലൈവായിട്ടുള്ള സ്ട്രീമിംഗ് ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ആ ഇടത്തേക്ക് വരാണ്ടിരിക്കുക, വീട്ടിലിരുന്നു കൊണ്ട് ഇതിനെ എങ്ങനെ കാണാം. ഇപ്പം നമുക്കറിയാം, ഇവിടെ ഈ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ, ഇരിങ്ങാലക്കുട എന്ന് പറയണതോ അല്ലെങ്കിൽ തൃശ്ശൂർ എന്ന് പറയണതോ കലാകാരന്മാരോ ആസ്വാദകന്മാരോ ഇല്ലാത്തൊരു ഇടമല്ല. പക്ഷേ എന്തിനാണ് ഇത് നടത്തുന്നത്, ഇതിൻ്റെ ആവശ്യകത നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്തുനിന്നാണ് ആസ്വാദകൻ ഇവിടെ എത്തിച്ചേരുന്നത്. ആ ഒരു ലോകത്തെയാണ് ഇത്. സ്ട്രീമിംഗ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള സ്പേസ്, ഗുണമുണ്ട് ദോഷമുണ്ട് കേട്ടോ. എത്താൻ പറ്റാത്തവർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും കാണാമെന്നുള്ളൊരു സാധ്യത മുന്നിലുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. 1 മണിക്കൂർ യാത്ര ചെയ്ത് ഞാനിവിടെ വരുന്നത് ഇവിടെ വന്ന് ഈ അവതരണങ്ങൾ നേരിൽ കാണണം എന്നുള്ള എൻ്റെ ചിന്തയുടെ പുറത്താണ്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ മാസം സംഘടിപ്പിച്ച ഫെസ്റ്റിവലിൽ അക്കാഡമി നിറയെ ആൾക്കാർ വന്നു എന്നുള്ളത് അത്രയും സന്തോഷം തന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും ആൾക്കാർ ഈ പെർഫോമൻസ് കാണാനായിട്ട് ആഗ്രഹിച്ചു. അവരതിനു വേണ്ടി സമയം കണ്ടെത്തി അവർ തന്നെ അവരുടെ ഇനിഷ്യേറ്റീവിൽ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ഓർഗനൈസേഴ്സ് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് അതിനകത്തുനിന്ന് ഒരു ലാഭവും, അവരോടുള്ള നന്ദി മാത്രമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച്, ഏത് കലയുടെയും സാങ്കേതിക വശങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയത്തെ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പാരമ്പര്യ കലകൾ അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്രീയ കലാരൂപങ്ങൾ അതിൻ്റെ ഭാവി മുന്നോട്ടേക്കൊരു ചോദ്യചിഹ്നം തന്നെയാണ്. പെർഫോമേഴ്സ് ഇല്ലാണ്ടാവുക, പഠിപ്പിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോവുക, ഒരു തലമുറ കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലൊരു ശൂന്യതയാണ് എന്നുള്ളത് വലിയൊരു സത്യമാണ്. കാരണം അത് ഞങ്ങളെപ്പോലെ ഇപ്പോൾ കലാമണ്ഡലത്തിൽ ലീലാമ്മ ടീച്ചറിൻ്റെ കളരിയുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ഞങ്ങളൊരു നിമിഷത്തിൽ അനുഭവിച്ചതാണ് ആ ശൂന്യത. ടീച്ചർ ഇല്ലാതെയായി പോയ ആ സാഹചര്യത്തിൽ ഇനി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങളെ ആരുടെ അടുത്ത് പോയി ചോദിക്കും എന്നൊരു ചിന്ത ബാക്കി വെച്ചിട്ടാണ്, ആ ഒരു ശൂന്യത ബാക്കി വെച്ചിട്ടാണ് ലീലാമ്മ ടീച്ചർ അരങ്ങൊഴിഞ്ഞു പോയത്. തീർച്ചയായിട്ടും നമ്മുടെ മുതിർന്ന തലമുറ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തെ അല്ലെങ്കിൽ നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന അറിവുകളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി കഴിയുമ്പോൾ പിന്നീട് എന്തെന്നൊരു ചോദ്യമുണ്ട്.
നമ്മുടെ കയ്യിൽ വലിയൊരു ഉത്തരവാദിത്തമാണത്. നമ്മളാണ് ഇനി ആ സ്ഥാനത്തേക്ക് നിൽക്കേണ്ടത്. അപ്പോൾ അവരെ പോലെ ആകാൻ കഴിയുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മളാണ് അടുത്ത തലമുറയ്ക്ക് ഇതിനെ കൊടുക്കേണ്ടത്. അവർ തന്ന അതേ ഗൗരവത്തോടു കൂടി തന്നെ നമ്മളിതിനെ പകർന്നു കൊടുക്കണം എന്നൊരു ചിന്ത ഇന്നത്തെ എത്ര നർത്തകർ കൊണ്ടു നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ടൈറ്റിൽ സ്മിതേച്ചി സംസാരിക്കാനിരുന്ന ഒരു ടൈറ്റിൽ തന്നെ കളരി പാഠാന്തരങ്ങളിലെ കലർപ്പുകൾ എന്നൊരു വാക്കുണ്ട് അതിനകത്ത്. ഈ കലർപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാം, കലർപ്പ് നല്ല രീതിയിലുമുണ്ട്, മോശം രീതിയിലുമുണ്ട്. ഈ നല്ലതും ചീത്തയും ഏതാ എന്ന് തിരിച്ചറിയാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വെക്കുന്നത് നമ്മുടെ സ്വന്തം കളരിയിൽ നിന്നാണ്. നമ്മൾ പഠിക്കുന്നതിൽ പുറത്തു നിന്നുള്ള ഘടകങ്ങളെ ഉൾക്കൊള്ളിക്കണോ വേണ്ടയോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള പക്വത, അതാണ് നമ്മൾ നമ്മുടെ കളരിയിൽ നിന്നും ആദ്യം ആർജിക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, മോഹിനിയാട്ടം തുടങ്ങിയ അവസ്ഥയിലല്ല അതിൻ്റെ ഓരോ ഗുരുക്കന്മാരും അതിനെ ഇന്ന് വരെ എത്തിച്ചിരിക്കുന്നത്. മോഹിനിയാട്ടത്തിൽ ഇല്ലാതിരുന്ന കാര്യങ്ങളെ, അതിൻ്റെ ചതുർവിധാഭിനയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ സങ്കേതങ്ങളെ പുറത്തു നിന്നും തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ മോഹിനിയാട്ടത്തിൻ്റെ ഭാഷയിലേക്ക്, മോഹിനിയാട്ടത്തിൻ്റെ സംസ്കാരത്തിലേക്ക് എങ്ങനെ കൂട്ടിച്ചേർക്കണമെന്ന്, അല്ലെങ്കിൽ ആ കലർപ്പിനെ അറിയാത്ത രീതിയിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ബോധം നമ്മുടെ ഗുരുക്കന്മാർക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാണുന്ന കലർപ്പുകൾ അതാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ആൾക്കാർ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ചിട്ട് കളരി പാഠങ്ങളെ കൈകാര്യം ചെയ്യുകയും വേദിയിലേക്ക് എത്തുമ്പോൾ അതിനെ എങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് അട്രാക്റ്റീവാക്കി മാറ്റാം എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് നമുക്ക് തോന്നുന്ന രീതിയിലെല്ലാമുള്ള സങ്കേതങ്ങളെ അതിനകത്ത് കൂട്ടിക്കലർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ നിൽക്കുന്ന ഇടത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവബോധം നമുക്ക് നമ്മുടെ കളരികളിൽ നിന്ന് സ്വാംശീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുമല്ലോ, വളയത്തിൽ കൂടി ചാടാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വളയമില്ലാതെ ചാടാൻ നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് എങ്ങനെ അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, അല്ലെ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് അതിലെങ്ങനെ നൂതനമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കലാമണ്ഡലത്തിൻ്റെ തന്നെ പുതിയൊരു തലമുറയിൽ അപ്പർ ബോഡി പോർഷൻ്റെ ഉപയോഗത്തിന് പ്രസക്തിയുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ചില അവതരണങ്ങൾ കാണുമ്പോൾ തോന്നാറില്ല. കാരണം വെച്ചാൽ ശരീരത്തെ ഉപയോഗിക്കാതെ മോഹിനിയാട്ടം എങ്ങനെ ചെയ്യാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ശരീരത്തിൻ്റെ സാധ്യതകളെ, ചലന സമ്പ്രദായങ്ങളെ കൂടുതൽ മിഴിവോടെ കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സമാന്തര കളരികൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കലാമണ്ഡലത്തെ ഞാൻ മെൻഷൻ ചെയ്ത് സംസാരിച്ചതല്ല, ഞാൻ കാണുന്ന മോഹിനിയാട്ടങ്ങളെ ഞാൻ അനലൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോരുത്തരും, അത് കലാമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ ഗുണമോ ദോഷമോ അല്ല, നമ്മളാണത് തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാന്ദ്രയെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് നിർമ്മല ടീച്ചറിൻ്റെ കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ സാന്ദ്രയ്ക്ക് തരുന്ന ശക്തിയും ബലവും എന്ന് പറയുന്നത് ആ കളരിയിൽ നിന്ന് കിട്ടുന്ന ഗുണങ്ങളാണ്. അതിൽ ഉറച്ചു നിൽക്കാനുള്ള മനസ്സുണ്ടാവേണ്ടത് ആ കലാകാരിക്കാണ്, അല്ലാതെ അത് ആ സ്ഥാപനത്തിൻ്റെയോ പഠിപ്പിച്ച ഗുരുവിൻ്റെയോ ഉത്തരവാദിത്തമല്ല. നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ കഥകളിയിലെ പദങ്ങളോ അല്ലെങ്കിൽ അഭിനയ സങ്കേതങ്ങളോ കൂടിയാട്ടത്തിൻ്റെ അഭിനയ സങ്കേതങ്ങളോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തോട്ടെ, ആ യൂസ് ചെയ്യുന്നത് എങ്ങനെ മോഹിനിയാട്ടത്തിൻ്റെ സിഗ്നേച്ചർ നിലനിർത്തിക്കൊണ്ട് പോവാം, മോഹിനിയാട്ടത്തിൻ്റെ സംവേദന ഭാഷയെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം എന്നുള്ളൊരു അടിസ്ഥാന ബോധത്തിൽ നിന്ന് പ്രവർത്തിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ വരില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രൊഡക്ഷനുകൾ എന്നുള്ള പേരിൽ ഒരുപാട് പെർഫോമൻസുകൾ വരുന്നുണ്ട്. പ്രൊഡക്ഷൻ എങ്ങനെ, ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്തേണ്ടത്, ഭരതനാട്യം പോലെയുള്ള കലാരൂപങ്ങളിൽ വളരെ ഗൗരവമുള്ള പ്രൊഡക്ഷനുകൾ സംഭവിക്കുന്നുണ്ട്. അവരെങ്ങനെയാണ് ആ ഫോമിനെ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പോൾ തിയേറ്ററിൻ്റെ എലമെൻസുകളെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അവരത്തരം സംഘാവിഷ്കാരങ്ങൾ അത് തീർച്ചയായിട്ടും ഏകാഹാര്യ നൃത്തരൂപമാണ്, പക്ഷേ സംഘാവിഷ്കാരത്തിനുള്ള സാധ്യതകളെ എങ്ങനെ അവർ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പാഠമാണ്. അവിടെയാണ് രാവിലെ നിഖില പറഞ്ഞ കാഴ്ചയുടെ ഗുണം കണ്ടു തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് പ്രോപ്പർട്ടി കൊണ്ടുവച്ച്
വെച്ചിട്ടോ ഒരു കുറേ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടോ പ്ലാറ്റ്ഫോമുകൾ കെട്ടിയുണ്ടാക്കിയിട്ടോ ഇതൊന്നും അല്ല ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും. അതിനപ്പുറത്ത് എടുക്കുന്ന വിഷയത്തെ അവതരിപ്പിക്കുന്ന രീതി, അല്ലെങ്കിൽ ഒരു കച്ചേരി, ഒരു സോളോ കച്ചേരി ആയിക്കോട്ടെ. ഞങ്ങൾ രാവിലെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ പോയിൻ്റാണ്. നമ്മൾ അവതരിപ്പിക്കുന്ന അരങ്ങിനനുസരിച്ചിട്ട് ഓരോ ഇനത്തെയും നമ്മൾ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്ന ഇപ്പോൾ വർണ്ണമായാലും ചൊൽക്കെട്ടായാലോ അല്ലെങ്കിൽ പദങ്ങളായാലോ അത് എങ്ങനെ ഏത് തരത്തിലുള്ളത് അവതരിപ്പിക്കണം എന്നുള്ളത് നമ്മളുടെ ഔചിത്യ ബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ളതാവണം. എന്നാൽ മാത്രമാണ് ആസ്വാദകരിലേക്ക് അത് കൃത്യമായിട്ട് സംവേദനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ നിൽക്കുന്നത് മോഹിനിയാട്ടം എന്ന് പറഞ്ഞ പേരിലാണ്. മോഹിനിയാട്ട വേഷമിട്ടാൽ അത് മോഹിനിയാട്ടം ആവില്ല എന്നുള്ള ബോധമാണ് നമ്മൾ ആദ്യം മോഹിനിയാട്ട നർത്തകരും അധ്യാപകരും തിരിച്ചറിയേണ്ടത് എന്ന് മനസ്സിലാക്കുന്നു. ഒരു പോയിൻ്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് മോഹിനിയാട്ടം, ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണത്. മോഹിനിയാട്ട വേഷത്തെ ഉപയോഗിച്ചുകൊണ്ട് കഥകളിയുടെ ഒരു അവതരണത്തിൽ മോഹിനിയാട്ട വേഷം വന്നിരിക്കുന്നു. ദമയന്തിക്കൊപ്പം സഖിമാരായിട്ട് മാർഗിയിലെ 2 കലാകാരികളാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആ വേഷം കാണുമ്പോൾ അത് മോഹിനിയാട്ടാണെന്നറിയാം. അതിന് താഴെ വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ മോഹിനിയാട്ടം കഥകളിയിൽ ഉപയോഗിക്കേണ്ടിയിരുന്നില്ല, കഥകളിയായിട്ട് നിർത്താമായിരുന്നു. പക്ഷേ ഞാൻ കാണുന്നത് അതിനെ മോഹിനിയാട്ട വേഷമിട്ടിട്ട് കഥകളിയുടെ മൂവ്മെൻറ്റുകൾ ചെയ്യാണ്. അതെന്താണ് അതിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ചെയ്തത് ISRO പോലെയുള്ള ഒരു വലിയ സ്പേസിലാണ് ചെയ്ത. നർത്തകരെന്ന് പറയുന്നതും വളരെ ഫേമസ് ആയിട്ടുള്ളവരായിരിക്കാം. പക്ഷെ ആ ഒരു തിരഞ്ഞെടുപ്പ് എന്തിനായിരുന്നു എന്നുള്ള ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. കാരണം അവർ മോഹിനിയാട്ട വേഷം ചെയ്തിട്ട് ദമയന്തിക്കൊപ്പം സഖിമാരായിട്ട് ഞാൻ കഥകളിയിൽ കണ്ടിരിക്കുന്ന കൂട്ടുവേഷങ്ങളുടെ ചലനങ്ങളും മുദ്രകളും തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് മോഹിനിയാട്ട വേഷത്തെ ഉപയോഗിച്ചു എന്ന് എനിക്കറിയില്ല. ഇനി കഥകളിയുടെ കൂട്ടുവേഷങ്ങൾക്കുള്ള വസ്ത്രം കിട്ടാഞ്ഞിട്ടാണോ അതെനിക്ക് മനസ്സിലായില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് മോഹിനിയാട്ട നർത്തകി ഒരു കലാകാരി എന്നുള്ള രീതിയിൽ ഞാൻ തർപ്പിച്ചു പറയും. അതിന് എന്ത് ആക്ഷേപം അതിൻ്റെ പേരിലുണ്ടെങ്കിലും, കാരണം എൻ്റെ കല എങ്ങനെ ആയിരിക്കണമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ കലയുടെ വേഷത്തെ മറ്റൊരു കലയിൽ സ്വീകരിക്കുമ്പോൾ ആ വേഷം മാത്രം എന്തിനു കൊണ്ടുപോകണു? കഥകളിയുടെ സ്ത്രീവേഷത്തെയോ പുരുഷവേഷത്തെയോ ഇട്ടിട്ട് മോഹിനിയാട്ടം ചെയ്താൽ സമ്മതിക്കുമോ? ഇല്ല. പക്ഷെ അത് പറയാനും അതിനെ ചോദ്യം ചെയ്യാനുമുള്ള ഒരാർജവം ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ തലമുറയിലുള്ള മോഹിനിയാട്ട കലാകാരന്മാർ കാണിക്കണം എന്ന്. ഇതിനെ മാത്രമല്ല കേട്ടോ, മോഹിനിയാട്ടത്തിൽ എന്ത് സംഭവിച്ചാലും മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് ദോഷം വരുന്ന കലർപ്പുകളെ ഒഴിവാക്കാനും, അതല്ല മോഹിനിയാട്ടത്തിനെ സ്ട്രോങ് ആയിട്ട് നിർത്തി അതിൻ്റെ കളരിയെ സ്ട്രോങ് ആക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംസ്കാരം ഓരോ നർത്തകരിലും ഉണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. രമേശ് ചേട്ടൻ തന്ന ഉത്തരവാദിത്വത്തെ എത്രത്തോളം നന്നാക്കാൻ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ രാവിലെ കേട്ടതിൻ്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു ചർച്ച പോലെ ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് സന്തോഷം പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം തന്നതിനും. ഈ അരങ്ങ് എപ്പോഴും എനിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇത് ഇരിങ്ങാലക്കുടയാണ്. കഥകളി ക്ലബിൻ്റെ ഭാഗമായിട്ടുള്ള നവ്യമാണിത്. തീർച്ചയായിട്ടും കഥകളി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അറിയാവുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അഭിമാനമുണ്ട്. ഈ വർഷവും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ. കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഞാൻ പറഞ്ഞതിൽ എതിർപ്പുകളുണ്ടെങ്കിൽ പറയാം. സന്തോഷം. ഒരുപാട് നന്ദി. വലിയൊരു സബ്ജക്റ്റാണ് കളരിയുടെ കലർപ്പുകൾ. വളരെ ഓർഗാനിക്. കാഞ്ഞൂർ കൃഷ്ണേട്ടൻ്റെ ഒരു വാക്കാണ് എനിക്ക് ഒരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വളരെ സൗഹൃദമായ അന്തരീക്ഷത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിവിടെ ഈ ഒരു അവസരത്തിൽ മാർഗിയുടെ ഇന്നത്തെ ഈ ഒരു അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അക്ഷര സൂചിപ്പിച്ച ഒരു വിഷയം, കുറുക്കുകാളിനും എലിശ്ശേരിയും കൂടി കൂട്ടിയ ഒരു പുതിയ കറിയാവില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഓർഗാനിക്കായിരിക്കണം. അദ്ദേഹം പറഞ്ഞത് മറ്റ് മേളകലകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ അത് ഒരു കലയുടെ എങ്ങനെയാണ് കൊടുക്കൽ വാങ്ങലുകൾ വേണ്ടത് എന്നുള്ള
തോട്ട് പ്രോസസ്സിൽ വരുന്ന, ആ തോട്ട് പ്രോസസ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ വരുന്ന, അതിൻ്റെ കാഴ്ചപ്പാടിലും അതിൻ്റെ എക്സിക്യൂഷനിലും വരുന്ന ഫെയിലിയേഴ്സ്, അതൊരു ടോട്ടൽ ആർട്ട് ഫെർട്ടിനിറ്റിയുടെ മുഴുവൻ പുറത്ത് നമുക്ക് ആ കലാരൂപത്തെയോ കലയുടെ പാരമ്പര്യത്തെയോ അല്ലെങ്കിൽ മറ്റ് കലകളുമായിട്ടുള്ള പാരമ്പര്യത്തെയോ നമ്മൾ കൂട്ടി വായിക്കേണ്ടി വരുന്നു. എന്തായാലും ഇത്തരം ഉൾക്കാഴ്ചകളും തിരിച്ചറിവുകളുമാണ് ഇത്തരം പ്രബന്ധാവതരണങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെല്ലൊരു അസൂയോട് പറയട്ടെ, സൂര്യകാന്തി ഫെസ്റ്റിവലിൽ നിറഞ്ഞ സദസ്സുകളിലും എന്നാൽ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലുമെല്ലാം നമ്മൾ ഗൗരവ ചർച്ച ഇവിടെ ഉണ്ട് എങ്കിലും ഗൗരവമായ സമീപനം ഇവിടെ നടത്തുന്നുണ്ട് എങ്കിലും ആസ്വാദകരുടെ ഈ ഒഴിഞ്ഞ ഒരു സദസ്സിൽ സംഘാടകൻ എന്നുള്ള നിലയിൽ അതീവ ആശങ്കയുണ്ട്. ഇത്രയധികം നൃത്തവിദ്യാലയങ്ങളും നർത്തകിമാരും പഠിക്കുന്ന ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ ചുരുങ്ങിയ സദസ്സ് ടേക്കേഴ്സ് ഒരു പക്ഷേ ഇത് യൂട്യൂബിലിട്ട് ആൾക്കാർ കേൾക്കുന്നുണ്ടാകും. ഇൻഫർമേഷൻ എന്നുള്ള നിലയിൽ നമുക്ക് കൂടുതൽ അതിലേക്ക് റീച്ച് കിട്ടുന്നുണ്ടാവുമായിരിക്കും. എന്നിരുന്നാലും സ്വാനുഭവം എന്ന് പറയുന്ന വേറൊരു വൈയക്തികമായ ഒരു തലമുണ്ട്. ആ വൈയക്തിക തലത്തിൽ നിന്നുകൊണ്ട് ഇത്തരം അരങ്ങുകളെ ഉപയോഗപ്പെടുത്താൻ ഇനിയുള്ള പുതിയ തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അക്ഷരയുടെ ഈ നല്ല വാക്കുകൾക്ക് പകരക്കാരി ആയി വാങ്ങിയെങ്കിലും പകരത്തിനും അപ്പുറം വയ്ക്കുന്ന വാക്കുകളെ കൊണ്ട് ഈ അരങ്ങ് സൃഷ്ടിച്ച അക്ഷരയ്ക്ക് അനുമോദനം, ഒപ്പം അവരെ മുദ്രണം നൽകുന്നതിലേക്കായിട്ട് അനിയേട്ടനെ സാദരം ക്ഷണിക്കുന്നു.